സാഗർ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഐ എം ഓക്കെ. അയാൾ ചുമച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. സാഗർ പോയപ്പോൾ എലീന കട്ടിലിലിരുന്നു. അവൾ ആരാന്നറിയാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടില്ലായിരുന്നു. നഥാൻ ഇല്ലാത്ത സമയം ഇനി കിട്ടുമോ? നഥാൻ ഉള്ളപ്പോൾ ഒരിക്കലും പറ്റില്ല. കണ്ടില്ലേ അവൻ സാഗറിനെ ചവിട്ടിക്കൂട്ടിയത്? ഓ, എന്തൊരു ദേഷ്യമായിരുന്നു അവൻ്റെ മുഖത്ത്. എലീന ഓരോന്നാലോചിച്ച് കിടന്നു. എന്തായാലും നഥാൻ ഇല്ലാത്ത ഒരു ദിവസം വന്നാൽ ക്യാദറിൻ്റെ രഹസ്യം ഞാൻ അറിയും. പേടിച്ചോ? നഥാൻ ക്യാദറിനെ ചേർത്ത് പിടിച്ച് ചോദിച്ചു. അവൾ മൂളിക്കൊണ്ട് കവിൾ കാണിച്ചു കൊടുത്തു. തല്ലിയോ അവൻ? ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ പാടില്ലായിരുന്നു. സോറി. നാളെ നേരം വെളുക്കട്ടെ, ഇതിനുള്ളത് കൂടി ഞാൻ അവന് കൊടുക്കുന്നുണ്ട്, നഥാൻ പറഞ്ഞു. അവൾ സാരമില്ലെന്ന് ആംഗ്യം കാണിച്ചു. കിടന്നോ, നേരം കുറയായി, അവൻ പറഞ്ഞു. അവൾ ബെഡിൽ ചെന്ന് കിടന്നു. പിറ്റേന്ന് കാലത്ത് നഥാൻ പൂമുഖത്തേക്ക് ചെന്നപ്പോൾ ലക്കി ഗാർഡനിലൂടെ നടക്കുന്നത് കണ്ടു. നീ നേരത്തെ എഴുന്നേറ്റോ? നഥാൻ ലക്കിയുടെ അടുത്തേക്ക് ചെന്നു. സ്ഥലം മാറി കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഉറക്കം വന്നില്ല. ആൽവിനോ? അവൻ ഇന്നലെ കുറുകലൊക്കെ കഴിഞ്ഞ് എപ്പോഴാണാവോ വന്ന് കിടന്നേ. അവനെ സമ്മതിക്കണം നഥാ. ഒരേ നേരം എത്ര എണ്ണത്തിനെ അവൻ മാനേജ് ചെയ്യുന്നേ? ഉണ്ടായിരുന്ന ഒന്നിനെ തന്നെ മാനേജ് ചെയ്യാൻ പെട്ട പാട്. ലാസ്റ്റ് അത് പോയപ്പോഴാണ് ആശ്വാസമായത്. നീ അത് പറയണ്ട, ശ്രീദേവിയുടെ പിന്നാലെ നടന്നത് നീ തന്നെയല്ലേ? നഥാൻ ചിരിച്ചു. നീ അത് വിട്ടേ മോനെ. അല്ല, നീ ആ പള്ളിയിൽ പോയി ബുക്കെടുത്തോ? അന്നേരമാണ് ക്യാതറിൻ അവർക്കുള്ള ചായയുമായി വന്നത്. നഥാനും ലക്കിയും ചായ എടുത്തു. ക്യാതറിൻ ആൽവിൻ എവിടെയെന്ന് അന്വേഷിച്ചു. അവൻ എഴുന്നേറ്റിട്ടില്ല, ലക്കി പറഞ്ഞു. ക്യാതറിൻ, നീ റൂമിൽ പോയി പള്ളിയിൽ നിന്നെടുത്ത ബുക്ക് എടുത്തിട്ട് വരുമോ? അവൾ അകത്തേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ ബുക്കുമായി അവൾ തിരികെ വന്നു. നഥാൻ ആ ബുക്ക് ലക്കിക്ക് കൊടുത്തു. അവൻ ഗാർഡനിലെ ബെഞ്ചിലിരുന്ന് അത് വായിച്ചു തുടങ്ങി. ഇതെന്തോന്നടാ, ത്രില്ലർ സ്റ്റോറിയോ? ബുക്ക് അടച്ചുവെച്ച് ലക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് നഥാൻ ചിരിച്ചു. അല്ല, ഇത് മുഴുവനില്ലല്ലോ. ഇമ്മാനുവൽ ഏത്തന് പിന്നെ എന്ത് സംഭവിച്ചുവെന്ന്, എസ്തേറിന്റെ മരണശേഷം ഇരുണ്ട ഭൂമിയിൽ എന്തുണ്ടായി എന്നൊന്നും ഇതിലില്ല. ഇല്ല, നഥാൻ പറഞ്ഞു. അത് കണ്ടെത്തണ്ടേ? ലക്കി നഥാനെ നോക്കി. അത് കണ്ടെത്തണം. ഒപ്പം എനിക്ക് പപ്പയുടെ മമ്മിയുടെ കല്ലറയിൽ പോണം. എൻ്റെ ജീവന് പകരം കൊടുത്തതല്ലേ അവർ അവരുടെ ജീവൻ. എല്ലാം അറിഞ്ഞിട്ടും അവരെ കണ്ടില്ലെങ്കിൽ അതിന് നീ ഇസ്രായേൽ പോകണ്ടേ? ലക്കി ചോദിച്ചു. പോകണം, പക്ഷെ ഇപ്പോൾ വേണ്ട. ഇമ്മാനുവലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നീ പോയാൽ ശരിയാകില്ലല്ലോ. ഇല്ല, അത് ശത്രുക്കൾക്ക് മുന്നിൽ ഞാൻ സ്വയം ചാടി കൊടുക്കുന്നത് പോലാകും. പക്ഷേ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? ലക്കി ചോദിച്ചു. നമ്മുടെ കുരിശുണ്ടല്ലോ അവിടെ, എബ്രഹാം കുരിശിങ്കൽ. അക്കുവോ? ലക്കി നഥാനെ നോക്കി. യെസ്, അക്കുവാണേൽ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളും, നഥാൻ പറഞ്ഞു. അത് നല്ലൊരു വഴിയാണ്. സാർ, മനു ഓടി വന്നു. എന്താ മനു? നഥാൻ ചോദിച്ചു. സാർ, അത് സാഗർ റൂമിൽ. എന്താ മനു, കാര്യം പറയേ. സാഗർ തൂങ്ങി മരിച്ചു. വാട്ട്? അതെ സാർ, അവന്റെ റൂമിൽ. അത് കേട്ടപ്പോഴേക്കും നഥാനും ലക്കിയും ക്യാതറിനും ക്വാർട്ടേഴ്സിലേക്ക് ഓടി. പിന്നാലെ മനുവും. ക്വാർട്ടേഴ്സിന് മുൻപിൽ ഒരുപാട് പേർ നിൽക്കുന്നുണ്ടായിരുന്നു. നഥാൻ ഓടി റൂമിലേക്ക് കയറിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന സാഗറിനെയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ ക്യാതറിന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഓക്കെ സാർ. CI നഥാന് കൈ കൊടുത്തു. ആരൊക്കെയോ ചേർന്ന് സാഗറിന്റെ ബോഡി ആംബുലൻസിലേക്ക് എത്തിച്ചു. ആംബുലൻസും പോലീസ് ജീപ്പും പോയപ്പോൾ എലീന അവരുടെ അടുത്തേക്ക് വന്നു. ഇന്നലെ അങ്ങനെയൊക്കെ നടന്നതിൽ സാഗറിന് കുറ്റബോധം തോന്നിയിരിക്കാം. അതാകും ആത്മഹത്യ ചെയ്തത്, എലീന പറഞ്ഞു. നഥാൻ ഒന്നും മിണ്ടാതെ എലീനയെ നോക്കി. അന്നേരമാണ് ആൽവിൻ എഴുന്നേറ്റ് വന്നത്. അതിനിടയിൽ ആൽവിൻ എലീനയെ ഒന്ന് അടിമുടി നോക്കി. എന്താടാ ഇവിടെ ഒരു ബഹളം? അവൻ ചോദിച്ചു. ആ സാഗറില്ലേ, ഇന്നലെ ക്യാതറിനെ അവൻ ആത്മഹത്യ ചെയ്തു. വാട്ട്? ആൽവിൻ ചോദിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല. ഞങ്ങളും ഇപ്പോഴാ അറിഞ്ഞത്, ലക്കി ആൽവിനെ നോക്കി. അതല്ല, ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലെന്ന്. സാർ, ഞാൻ എന്നാൽ റൂമിലേക്ക് പോവുക, എലീന പറഞ്ഞു. എലീന, നാളെ കോളേജിന് അവധി കൊടുത്തേക്ക്, നഥാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫല്ലേ. ഓക്കെ സാർ. ഏതാടാ ആ കൊച്ച്? എലീന പോകുന്നത് നോക്കി ആൽവിൻ ചോദിച്ചു. അത് എലീന, കോളേജിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളോ? ഇത്ര യങ്?
ആണ്ടവാ, നമുക്കും ഉണ്ടായിരുന്നു ഒരു പ്രിൻസിപ്പള്. കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? ആൽവിൻ ലക്കിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു. ലക്കി തോൾ ചരിച്ച് മാറി നിന്നു. നീ പോയി അഡ്മിഷൻ എടുക്ക, ഞങ്ങൾ പോയി വല്ലതും കഴിക്കട്ടെ. ലക്കി തിരിഞ്ഞു നടന്നു. ഒപ്പം നഥാനും കാതറിനും. എന്തായാലും ഞാൻ എലീനയുടെ അടുത്തൊരു അഡ്മിഷൻ എടുക്കും. ആൽവിൻ ചിരിച്ചുകൊണ്ട് ബംഗ്ലാവിലേക്ക് നടന്നു. നീ എങ്ങോട്ടാ? ജാക്കറ്റൊക്കെ എടുത്തിടുന്ന ആൽവിനെ കണ്ടപ്പോൾ ലക്കി ചോദിച്ചു. പുറത്തേക്ക്. നീയുണ്ടോ? നീ പൊക്കോ, ഞാൻ വരാം, ലക്കി പറഞ്ഞു. ഓക്കെ. ആൽവിൻ പുറത്തേക്ക് പോയി. അവൻ എങ്ങോട്ടാടാ? ആൽവിൻ പോകുന്നത് കണ്ട് നഥാൻ ലക്കിയോട് ചോദിച്ചു. പുറത്ത് നടക്കാനെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് അഡ്മിഷൻ എടുക്കാനുള്ള പോക്കാണ്, എലീനയുടെ അടുത്തേക്ക്. നല്ല ആളുടെ അടുത്തേക്കാ. എസ്തറിനെ ആരാധിക്കുന്നവളാണ്. ഇവൻ അഡ്മിഷൻ കൊടുക്കും. അത് പോട്ടെ. എടാ, ഇവിടെ തുറക്കാത്ത കുറച്ച് റൂമുകളുണ്ട്, അതൊക്കെ ഒന്ന് തുറന്നു നോക്കണം. ആ ബുക്കിൽ എഴുതിയ പോലെ ഇമ്മാനുവലിന്റെ ഓഫീസ് റൂം കണ്ടെത്തണം. ഓക്കെ. ആൽവിൻ പുറത്തേക്ക് പോയത് നന്നായി. ഇപ്പൊ തന്നെ നോക്കാം. നഥാനും ലക്കിയും ബംഗ്ലാവിന്റെ മുകളിലെ നിലയിലേക്ക് പോയി. ഇത് പൂട്ടിയിരിക്കുവാണല്ലോ, ലക്കി പൂട്ട് പിടിച്ചു പറഞ്ഞു. കീ ഇവിടെ എവിടെയെങ്കിലും കാണും. നഥാൻ അവിടെയുള്ള അലമാരിയിലൊക്കെ നോക്കി. അന്നേരം അവരെ തിരഞ്ഞ് കാതറിൻ അവിടേക്ക് വന്നു. അവൾ എന്താ തിരയുന്നതെന്ന് നഥാനോട് അന്വേഷിച്ചു. അത് ഈ പൂട്ടിന്റെ കീ നോക്കിയതാ, നഥാൻ പറഞ്ഞു. നഥാനൊപ്പം അവളും തിരയുവാൻ കൂടി. ഇവിടെ ഒന്നുമില്ല. നഥാൻ ലക്കിയെ നോക്കി. കാതറിൻ അടുത്തിരുന്ന മേശ അലമാരയുടെ അടുത്തേക്ക് വലിച്ചിട്ട് അലമാര തുറന്ന് കസേരയിൽ കയറി മുകളിലെ അറ പരിശോധിച്ചു. വെറുതെ ആ പൊടിയൊന്നും വലിച്ചു കയറ്റണ്ട, നഥാൻ പറഞ്ഞു. അവൾ കസേരയിൽ നിന്നിറങ്ങി അലമാര അടച്ചു. കിട്ടിയില്ലല്ലോ, ഞാൻ അവിടെയൊക്കെ നോക്കിയതാ, നഥാൻ പറഞ്ഞു. കാതറിൻ അവന് നേരെ ഒരു കീ നീട്ടി. ഇതെവിടുന്നാ? അവനത് വാങ്ങി. അവൾ അലമാരയിലേക്ക് ചൂണ്ടിക്കാട്ടി. അതൊക്കെ നോക്കേണ്ട പോലെ നോക്കണം, ലക്കി ചിരിച്ചു. അല്ലെങ്കിലും എന്തും കണ്ടുപിടിക്കാൻ പെൺകുട്ടികൾക്കുള്ള കഴിവ് വേറെയാ. നഥാൻ കാതറിനെ നോക്കി. അവൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു. നഥാൻ കീ ഇട്ട് തിരിച്ചതും പൂട്ടു തുറന്നു. വാതിൽ തുറന്ന് മൂന്നാളും അകത്ത് കയറി. ഇരുട്ടായിരുന്നു റൂമിൽ. അതുകൊണ്ട് ലക്കി തന്റെ ഫോണിന്റെ ടോർച്ച് ഓൺ ചെയ്ത് സ്വിച്ച് കണ്ടെത്തി ഓൺ ചെയ്തു. റൂമിലാകെ വെളിച്ചം നിറഞ്ഞു. മൂന്നാളുടെയും കണ്ണുകൾ വിടർന്നു. ഷെൽഫ് നിറയെ ബുക്കുകളായിരുന്നു. ഇതിലേതെന്ന് വെച്ചാ നമ്മൾ തിരയുന്നത്? ലക്കി ബുക്കുകൾ നോക്കി പറഞ്ഞു. നഥാൻ കാതറിനെ നോക്കി. നീ എന്തും കണ്ടെത്തുന്ന ആളല്ലേ, പോയി കണ്ടെത്തി വാ, നഥാൻ പറഞ്ഞു. കാതറിൻ അവനെ നോക്കി ഷെൽഫിന്റെ അടുത്തേക്ക് നടന്ന് ബുക്കുകളിലൂടെ വിരലോടിച്ചു. അവൾ ഓരോ ബുക്കും നോക്കി. ഒരു സൈഡിൽ നിന്നും നഥാനും ലക്കിയും ബുക്സ് നോക്കി തുടങ്ങി. ഹലോ എലീന. ആൽവിൻ വഴിയിൽ നിന്ന് എലീനെ കണ്ടു. എലീന അവനെ നോക്കി. ഹലോ, ഐ ആം ആൽവിൻ. നഥാന്റെ ഫ്രണ്ടാണ്. ഇന്നലെയാ എത്തിയത്. വന്നപ്പോൾ ഉണ്ടായ സീൻ കാരണം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എലീന എന്നല്ലേ പേര്? അവൻ ചോദിച്ചു. യെസ്. നഥാൻ പറഞ്ഞിരുന്നു. സാർ പിന്നെന്താ പറഞ്ഞത്? എലീന ചോദിച്ചു. എലീന കോളേജ് പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞു, അത്ര തന്നെ. സത്യത്തിൽ പറയാലോ, ഒരു കോളേജ് പ്രിൻസിപ്പൾ ഇത്രയും ചെറുപ്പം, അൺബിലീവബിൾ. താങ്ക്സ്. എലീന നടന്നു. ഒപ്പം ആൽവിനും. ആൽവിൻ എന്ത് ചെയ്യുന്നു? ഞാനും നഥാനും ലക്കിയും. ലക്കി എൻ്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നില്ലേ, അവനും ഒരുമിച്ച് പഠിച്ച് ഇപ്പോൾ ഒരുമിച്ച് ജോബ് ചെയ്യുന്നു. ആൽവിൻ എലീനയോട് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും നടന്നു. സത്യം പറഞ്ഞാൽ ആൽവിനെ പോലെ അല്ല നഥാൻ സാർ. അധികം സംസാരിക്കില്ല ആരോടും, അല്ലേ? നഥാനും ലക്കിയും അങ്ങനെ തന്നെ. അധികം ആരോടും സംസാരിക്കില്ല. ഭയങ്കര ഗൗരവക്കാരാണ്. അപ്പോൾ കാതറിനും നിങ്ങളുടെ ഒപ്പം പഠിച്ചതാണോ? ഏയ് നോ. കാതറിൻ നഥാൻ്റെ കൂടെ എങ്ങനെ പെട്ടു എന്നത് എനിക്കറിയില്ല. അതെന്താ? കൂട്ടുകാർക്കറിയില്ലേ അതൊന്നും? ഇല്ല, അവൻ പറഞ്ഞിട്ടില്ല. അത് അവൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, ഞാൻ ചോദിക്കാനും പോയില്ല. അത് കേട്ടപ്പോൾ എലീന എന്തോ ആലോചിച്ച് നടന്നു. അതുപോട്ടെ, എന്നും ഇവിടെ ഇങ്ങനെ മഞ്ഞിറങ്ങുമോ? കുറച്ചിടേ കൂടി കഴിഞ്ഞാൽ ഈ നേരം നല്ല കോട ഇറങ്ങി അടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണില്ല. അടിപൊളിയാണല്ലോ, ആൽവിൻ പറഞ്ഞു. എലീനയും ആൽവിനും ഓരോന്ന് സംസാരിച്ച് നടന്നു. കാതറിൻ ഒരു ബുക്കെടുത്ത് നഥാന്റെ അടുത്തേക്ക് ചെന്നു. കിട്ടിയോ? അവൻ ചോദിച്ചു. അവൾ ആ ബുക്ക് അവന് നേരെ നീട്ടി. നഥാൻ ആ ബുക്ക് വാങ്ങി തുറന്നു നോക്കി. ഇത് മുഴുവൻ ഫോട്ടോസാണല്ലോ. ലക്കി, വാടാ, അവൻ വിളിച്ചു. ലക്കി അവരുടെ അടുത്തേക്ക് ചെന്നു.
നഥാൻ ആദ്യത്തെ പേജ് മറിച്ചു നോക്കി. ഇതാണെന്ന് തോന്നുന്നു ഏതൻ ഹൗസ്, നഥാൻ പറഞ്ഞു. എന്ത് വലിയ ബംഗ്ലാവാണ് അളിയ, ലക്കി പറഞ്ഞു. നഥാൻ ഓരോ പേജും മറിച്ചു നോക്കി. നഥാൻ ലുക്ക്, ഇരുണ്ട ഭൂമി, ഒരു ചിത്രത്തിന് താഴെ എഴുതിയത് കണ്ട് ലക്കി പറഞ്ഞു. യെസ്, ഐ തിങ്ക് ഇതെല്ലാം ഇമ്മാനുവൽ ഏതൻ എടുത്ത ഫോട്ടോസാണെന്ന്. ഇതിൽ ഒരുപാട് യാത്രകൾ ചെയ്ത ഫോട്ടോസ് ഉണ്ട്. അടുത്ത പേജിലെ ഫോട്ടോയിലേക്ക് 3 പേരും നോക്കി. എസ്തർ. ചെടികൾക്കിടയിൽ നിൽക്കുന്ന എസ്തറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കണ്ട് നഥാൻ പറഞ്ഞു. അടുത്ത പേജിലും അവളുടെ ഫോട്ടോ തന്നെയായിരുന്നു. ഇമ്മാനുവൽ ഏതൻ എവിടെ? ലക്കി ചോദിച്ചു. നഥാൻ ഫോട്ടോസ് മറിച്ചു നോക്കി. ഇതാ, നഥാൻ പറഞ്ഞു. ഓ എന്റെ മാൻ, എന്നാ ലുക്കാടാ, ലക്കി പറഞ്ഞു. നീ എങ്ങനെ ഈ കുടുംബത്തിൽ ജനിച്ചു? പോടാ, നഥാൻ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ബട്ട് ഈ ഫോട്ടോസ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ലക്കി പറഞ്ഞു. പക്ഷെ കാര്യമുള്ള ഒരു സംഭവം എനിക്ക് കിട്ടി, നഥാൻ പറഞ്ഞു. എന്ത്? ലക്കിയും കാതറിനും അവനെ നോക്കി. നഥാൻ ഒരു ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്ന് ബുക്ക് എടുത്ത് അത് തുറന്ന് 2-3 പേപ്പർ മടക്കി വെച്ചതെടുത്തു. ഇതെന്താ? വിസ്ഡം ചാരിറ്റിയെക്കുറിച്ചുള്ള പേപ്പേഴ്സ്. വിസ്ഡം ചാരിറ്റി എവിടെ പ്രവർത്തിക്കുന്നു എന്നുവരെ ഉണ്ട് ഇതിൽ. എനിക്കറിയാനുള്ളത് അവിടെയാണ്. ആരാണ് എന്നെ സംരക്ഷിച്ചത്? ഇനി എന്നെ രക്ഷിക്കാൻ വരുന്നത് ആരാണ്? ഇതൊക്കെ നഥാൻ പറയുന്നത് കേട്ട് കാതറിൻ നഥാനെ നോക്കി. തൽക്കാലം നമുക്ക് തിരച്ചിൽ നടത്താം. നഥാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഒപ്പം ലക്കിയും കാതറിനും. ഈ വിസ്ഡം ചാരിറ്റി എവിടെയാ? കൊൽക്കത്ത. കൊൽക്കത്തയോ? ലക്കി ചോദിച്ചു. അവിടെ പോയാൽ അറിയാം ബാക്കി കഥകൾ. പക്ഷെ ആര് പോകും? ലക്കി ചോദിച്ചു. അതൊരു ചോദ്യമാണ്. കൊൽക്കത്തയല്ലേ? ഞാൻ പോകാം, ലക്കി പറഞ്ഞു. എനിക്കറിയണം നിന്റെ രക്തം കുടിക്കാൻ വരുന്നത് ആരാണെന്ന്, ഒപ്പം നിന്നെ രക്ഷിക്കാൻ വരുന്നത് ആരാണെന്നും. താങ്ക്സ് അളിയ, നഥാൻ പറഞ്ഞു. ഹലോ, ആൽവിൻ അവിടേക്ക് വന്നു. എന്താണൊരു ഗൂഢാലോചന? നിന്നെക്കൊണ്ട് എലീനെ കെട്ടിച്ചാലോ എന്നൊരാലോചന, ലക്കി പറഞ്ഞു. ഓ വേണ്ട, ഞാനിങ്ങനെ പാറി നടന്നോളാം. എന്നാ സ്ഥലമാ ഇത്? സത്യം പറഞ്ഞാൽ മേജർ മിസ്സിംഗ് അക്കുവാണ്. കുറെ പിക്സൊക്കെ എടുത്തു തരുമായിരുന്നു. സത്യം, ലക്കി പറഞ്ഞു. നഥാ, നമുക്കിന്ന് ഫുഡ് ഉണ്ടാക്കിയാലോ? നല്ല തണുപ്പല്ലേ, ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിട്ട്. പൊളിക്കും, ആൽവിൻ പറഞ്ഞു. നമുക്ക് എലീനെ കൂടെ വിളിക്കാം. അത് വേണോ? നഥാൻ ചോദിച്ചു. വേണം, ഞങ്ങൾ നല്ല കമ്പനിയാടാ, നല്ല കുട്ടിയാ. ആയിക്കോട്ടെ, നഥാൻ സമ്മതിച്ചു. പിന്നെ അധികം ആഘോഷമൊന്നും വേണ്ട. നോ, ലക്കി പറഞ്ഞു. എന്നാൽ വാ ലക്കി, അതിനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. എടാ, ആ മനുവിനെ കൂടെ വിളിച്ചോ. ഓക്കെ. ലക്കിയും ആൽവിനും പുറത്തേക്ക് പോയപ്പോൾ നഥാൻ കാതറിനെ നോക്കി. കുടിക്കുവോ? അവൾ ആംഗ്യം കാണിച്ചു. ഇല്ല, നഥാൻ പറഞ്ഞു. അരിച്ചിറങ്ങുന്ന തണുപ്പിൽ കാതറിൻ ഷോള് പുതച്ച് ഗാർഡനിലെ ബെഞ്ചിലിരിക്കുകയായിരുന്നു. നടുവിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യുകയായിരുന്നു ലക്കിയും നഥാനും. ദോ ഡ്രിങ്ക്സ് എത്തി. ആൽവിൻ കുപ്പിയും എടുത്തു വന്നു. അന്നേരമാണ് എലീന അവിടേക്ക് വന്നത്. ഹായ് എലീന, ആൽവിൻ പറഞ്ഞു. ഹായ്. അവൾ ബെഞ്ചിലിരുന്നു. ആൽവിൻ ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ചു. ലക്കി. അവൻ ഒരു ഗ്ലാസ് ലക്കിക്ക് നേരെ നീട്ടി. അവൻ അത് വാങ്ങി. നഥാ, ഇതാ. എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ആൽവിൻ നഥാനെ നോക്കി. എന്റെ കാതറിൻ, നീയാണല്ലേ ഇവനെ ചീത്തയാക്കിയത്? ആൽവിൻ കാതറിനെ നോക്കി. നഥാൻ കാതറിന്റെ അടുത്ത് വന്നിരുന്നു. അവൾ അവനെ നോക്കി ചിരിച്ചു. ഒന്ന് കഴിച്ചോ എന്ന അനുവാദം കൊടുത്തു. താങ്ക്സ്. നഥാൻ കാതറിന്റെ കവളിൽ തട്ടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചും മദ്യം കുടിച്ചും കാതറിനും എലീനയും ഒഴികെ എല്ലാവരും ഓഫായി. എലീന കാതറിനെ നോക്കി. എനിക്കറിയാം, ഇന്ന് സാഗർ മരിച്ചതിന് പിന്നിൽ നീയാണ്, എലീന പറഞ്ഞു. കാതറിൻ അതേ എന്ന് തലയാട്ടി. ഞാൻ നിന്നെ വിടില്ല കാതറിൻ. വിക്ടർ, എലീന വിളിച്ചു. വിക്ടർ, ഇവളുടെ പേരിലെ ആ മോതിരം എനിക്ക് വേണം. അത് നീ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഊമയല്ലേ, ഒച്ച പുറത്തേക്ക് വരില്ല, എലീന പറഞ്ഞത് കേട്ട് വിക്ടർ കാതറിനെ നോക്കി. കാതറിന്റെ മുഖത്ത് ഒരു പതർച്ചയുമില്ലായിരുന്നു. മാഡത്തിന് വേണ്ടത് മോതിരമല്ലേ? മാഡം റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ മോതിരവുമായി വന്നേക്കാം, വിക്ടർ പറഞ്ഞത് കേട്ട് കാതറിനെ നോക്കി ചിരിച്ചുകൊണ്ട് എലീന അവിടെ നിന്നും പോയി. ഒരു പിടിവലിക്ക് നിൽക്കാതെ
ആ മോതിരമെങ്ങി തന്നേക്ക് മാഡം. ഇല്ലെങ്കിൽ ബോധം തെളിയുന്ന നേരം നഥാൻ സാറ് കാണുക മാഡത്തിന്റെ പിച്ചി ചീന്തപ്പെട്ട ശരീരമാകും. ഈ പൂവ് പോലത്തെ മേനി നശിപ്പിക്കണോ മാഡം? വിക്ടർ ചോദിച്ചു. കാതറിൻ നഥാനെയും ആൽവിനെയും ലക്കിയെയും മനുവിനെയും നോക്കി മോതിരവിരൽ നീട്ടിയതും അവരുടെ ബോധമില്ലായ്മയുടെ ആഴം കൂടി. കാതറിൻ വിക്ടറിനെ നോക്കി തന്റെ വിരലിൽ നിന്നും മോതിരമൂരി വലത് കൈയിൽ പിടിച്ച് അവന് നേരെ നീട്ടി. ഈ മോതിരമല്ലേ നിനക്ക് വേണ്ടത്? അവൾ ചോദിച്ചത് കേട്ട് വിക്ടറിന്റെ കണ്ണുകൾ വിടർന്നു. എലീന ഊമ എന്ന് പറഞ്ഞവൾ സംസാരിക്കുന്നു. വിക്ടറിന് ഒന്നും മനസ്സിലായില്ല. ഈ മോതിരം എന്റെ വിരലിലിട്ടാൽ എന്റെ സംസാരശേഷി നഷ്ടപ്പെടും. എന്റെ ശബ്ദം കൊടുത്ത് ഞാൻ സംരക്ഷിക്കുന്ന ഈ മോതിരം നീയും നിന്റെ മാഡവും ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എടുത്തു തരുമെന്ന് നീ കരുതുന്നുണ്ടോ? വിക്ടർ, ഈ മോതിരം കൊണ്ട് സാഗറിന്റെ അടക്കം 3 ജീവനുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. സാഗറിനെ? അതെ, സാഗറിനെ കൊന്നത് ഞാനാ. എന്നെ സംരക്ഷിക്കാൻ എനിക്ക് ഈ മോതിരം ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ സാത്താന്റെ സന്തതികളെയും അവരുടെ കൂട്ടാളികളെയും കൊല്ലാൻ എനിക്ക് ഈ മോതിരം കൊണ്ട് കഴിയും. ഇത് എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അണിഞ്ഞ മോതിരമാണ്. പക്ഷേ ഈ മോതിരം എനിക്ക് വേണം മാഡം. അവൻ കാതറിന്റെ കയ്യിൽ പിടിച്ചു. ഈ മോതിരം കൊണ്ട് സാത്താൻ പണിത ലോകം ഇല്ലാതാക്കാൻ നിനക്കാകില്ല. ഞങ്ങൾ എസ്തറിനെ ആരാധിക്കുന്നവരാണ്. എസ്തർ സാത്താന് പ്രിയപ്പെട്ടവളാണ്. വിക്ടർ മോതിരം പിടിച്ചതും ഏതോ ഒരു ശക്തി അവനെ പിടിച്ചു തള്ളി. നീ എസ്തറിനെ ആരാധിക്കുന്നവനാണെങ്കിൽ ഞാൻ ഇമ്മാനുവൽ ഏത്തനെ ആരാധിക്കുന്നവളാണ്. നിനക്ക് നീയടക്കമുള്ള സാത്താന്റെ സന്തതികൾ തിരയുന്ന ഏത്തനെ കാണണോ? കണ്ടോളൂ. അവൾ നഥാനെ ചൂണ്ടിക്കാണിച്ചു. നഥാൻ ഡാനിയൽ ഏത്തൻ. ഞാൻ കാതറിൻ മൈക്കിൾ. കാതറിൻ കേറ്റ് മൈക്കിൾ. ഏഥൻ കുടുംബത്തിന്റെ കാവൽക്കാരിൽ അവസാനത്തെ കണ്ണി. അപ്പോ ഇവനാണോ ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്ന വിശുദ്ധ രക്തം? വിക്ടർ ഉറക്കെ ചിരിച്ചു. ഇവനെ ആര് ബലി കൊടുക്കുന്നുവോ അവൻ സാത്താന് പ്രിയപ്പെട്ടവനാകും, എസ്തറിന് പ്രിയപ്പെട്ടവനാകും. ശക്തി ലഭിക്കും. ഇനി നിന്റെ മോതിരം എനിക്ക് വേണ്ട. വിക്ടർ നഥാന് നേരെ പാഞ്ഞു ചെന്നതും കാതറിൻ മോതിരം വിരലിലിട്ട് അവന് നേരെ നീട്ടിയതും വിക്ടർ താഴേക്ക് വീണു. അവൾ മോതിരമൂരി അവന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു. വിക്ടർ, നിന്റെ നാവും കൈയും മെയ്യും ഇനി അനങ്ങില്ല. നീ പെട്ടെന്ന് മരിക്കാൻ പാടില്ല. നീ നിന്റെ സാത്താൻ വംശം ഇല്ലാതാകുന്നത് കാണാൻ ബാക്കി വേണം. നിന്റെ മാഡം എലീനയ്ക്കും വിസ കൊടുക്കണമെന്നുണ്ടെനിക്ക്. പക്ഷേ അവൾ ഇവിടെ വേണം. എന്നാലേ ജോഷ ഇവിടെ വരൂ. എന്നും നഥാൻ പേടിച്ച് ജീവിക്കാൻ പാടില്ലല്ലോ. നഥാനാണ് ഏഥനെന്ന് പറയാൻ കഴിയാതെ നിന്റെ ഉള്ളിൽ കിടന്ന് പൊള്ളുന്നത് എനിക്ക് കാണണം. കാതറിൻ അവന്റെ മുഖത്ത് തട്ടിപ്പറഞ്ഞു. അവൾ എഴുന്നേറ്റ് ബാക്കിയുള്ളവർക്ക് നേരെ മോതിരം നീട്ടി. അവൾ നഥാനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. നഥാൻ പതിയെ അവളെ നോക്കി. സോറി, ഞാൻ കുറെ കുടിച്ചുപോയി, അവൻ പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. സോറി ഡീ. അവൻ അവളുടെ തോളിൽ കൈവച്ച് ഒരു കൈകൊണ്ട് അവളുടെ കവിളിൽ പിടിച്ചു പറഞ്ഞു. ഉറങ്ങണ്ടേ? അവൾ ആംഗ്യം കാണിച്ചു. പോകാം. ദാ എഴുന്നേറ്റ് പോടേ. അവൻ കാലുകൊണ്ട് ആൽവിനെ തട്ടി. നീ പോടാ, ആൽവിൻ ബോധമില്ലാതെ പറഞ്ഞു. അവന്മാരൊക്കെ നല്ല ഫിറ്റാ, നഥാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാതറിൻ നിങ്ങളോ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ഞാനും കുറച്ച് ഫിറ്റാ, അവൻ മെല്ലെ പറഞ്ഞത് കേട്ട് കാതറിൻ ചിരിച്ചു. അവനെ കൊണ്ടുചെന്ന് കാതറിൻ ബെഡിൽ കിടത്തി തിരിഞ്ഞപ്പോൾ നഥാൻ അവളുടെ കൈ പിടിച്ചു. എന്താ? അവൾ പുരുകമുയർത്തിയപ്പോൾ നഥാൻ അവളുടെ കൈ വിട്ട് 2 കൈയും അവൾക്ക് നേരെ നീട്ടി. അവൾ ഇല്ലെന്ന് തലയാട്ടി. പ്ലീസ്. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്ന് നഥാന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. അവൻ അവളെ തന്റെ കൈക്കുള്ളിലാക്കി കണ്ണടച്ച് കിടന്നു. നഥാ, നഥാ! ലക്കിയുടെ വിളി കേട്ടാണ് നഥാനും കാതറിനും എഴുന്നേറ്റത്. ലക്കിയാണല്ലോ. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പിന്നാലെ കാതറിനും. എന്താടാ? എടാ, ആ വിക്ടറില്ലേ, ഞങ്ങൾ അന്ന് വന്നവൻ, അവൻ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീഴിയേ? ആടാ, ഇവിടെ ദോ ഗാർഡനിൽ കിടക്കുന്നു. മനു, എലീനയും ആൽവിനും ഒക്കെ കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ സാഗർ, ഇന്ന് വിക്ടർ. എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നു ലക്കി. ലക്കി, എനിക്കൊരു സംശയം. എന്താടാ? സാഗർ ഞാൻ വരുന്നതിന് മുൻപേ ഇവിടെ ഉള്ള ആളായിരുന്നു. ഒരുപക്ഷെ എലീനയെ പോലെ അയാളും എസ്തറിനെ ആരാധിക്കുന്ന ആളാണെങ്കിൽ, വിക്ടറും അങ്ങനെയാണെങ്കിൽ,
പിന്നെ രക്ഷിക്കാൻ ഒരാൾ വരുമെന്ന് ആ ബുക്കിൽ പറഞ്ഞിട്ടില്ലേ? അയാൾ വന്നോ? ഞാനറിയാത്ത എൻ്റെ ശത്രുക്കളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആള്. ഇവരൊക്കെ എസ്തേറിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരുടെ റൂമിൽ ചെന്ന് നോക്കാം. ലക്കി നഥാനെ നോക്കി. പോകാം, നല്ല സമയമാണ്. എലീനയുമില്ല, ആൽവിനുമില്ല, വാ. നഥാൻ പുറത്തിറങ്ങി. ഒപ്പം ലക്കിയും കാതറിനും. അവർ ആദ്യം പോയത് സാഗറിന്റെ റൂമിലേക്കായിരുന്നു. സാഗറിന്റെ റൂമിൽ തിരഞ്ഞിട്ട് എസ്തേറുമായി ബന്ധപ്പെട്ടതൊന്നും കിട്ടിയില്ല. നിനക്കൊന്നും കിട്ടിയില്ലേ? ലക്കി കാതറിനെ നോക്കി. അവൾ അപ്പോഴും എല്ലായിടവും നോക്കുകയായിരുന്നു. അലമാരയുടെ ഇടയിൽ എന്തോ കിടക്കുന്നത് കണ്ട് കാതറിൻ അതെടുത്ത് അതിലെ പൊടി തട്ടി. എന്താ അത്? നഥാൻ ചോദിച്ചു. അവൾ അത് അവന് നേരെ നീട്ടി. ബൈബിളാണോ? നഥാൻ തുറന്നു നോക്കി. ഇതേത് ഭാഷയാ? നഥാൻ സ്വയം ചോദിച്ചു. ലക്കിക്കും അത് മനസ്സിലായില്ല. നിനക്കറിയോ ഈ ഭാഷ? നഥാൻ കാതറിനെ നോക്കി. സ്വന്തമായി ആകെ ആംഗ്യ ഭാഷയെ അവൾക്കുള്ളൂ. എന്നിട്ടാ അവൾ ഈ ഭാഷ ഏതാന്ന് പറയുന്നത്, ലക്കി പറഞ്ഞു. അവൾ ആ ബുക്ക് വാങ്ങി തുറന്നു നോക്കി പുറത്തേക്ക് നടന്നു. നഥാനും ലക്കിയും പരസ്പരം നോക്കി. എന്തോ അവൾക്ക് കിട്ടിയിട്ടുണ്ട്, വാ നോക്കാം. കാതറിൻ ബംഗ്ലാവിൽ ചെന്ന് പള്ളിയിൽ നിന്നും കിട്ടിയ ബുക്കെടുത്തു. അതിൻ്റെ പുറം ചട്ടയിൽ എഴുതിയത് അവൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൾ 2 ബുക്കും തൊട്ട് ഒന്നാണെന്ന് പറഞ്ഞു. 2 ബുക്കും ഒന്നാണോ? നഥാൻ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതനാണെന്ന് അറിഞ്ഞെന്നല്ലേ? അവൾ അതല്ലെന്ന് തലയാട്ടി. എന്നിട്ട് സ്വന്തം തലയ്ക്കൊരടി കൊടുത്ത് അടുത്തിരുന്ന മാർക്കർ എടുത്ത് ക്യാൻവാസിൽ എഴുതി. 2ഉം ഒരു ഭാഷയാണെന്ന്. അങ്ങനെ, നഥാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതേത് ഭാഷ? ഇതിലെന്താ എഴുതിയതെന്നറിയണ്ടേ? അവൾ തലയാട്ടി ക്യാൻവാസിൽ എഴുതി. പള്ളിയിൽ നിന്നും കിട്ടിയ ബുക്ക് എഴുതിയത് ഇസ്രായേലുമായി ബന്ധമുള്ള ആളാണ്. ഏതൻ കുടുംബത്തിന്റെ കാവൽക്കാരിൽ ഒരാൾ. അപ്പോൾ ഒരേ ഭാഷയാണെങ്കിൽ ഇത് ഇസ്രായേലിലെ ഭാഷയാകണം. എന്റെ മോളെ, ലക്കി അവളെ നോക്കി വിളിച്ചു. നിനക്ക് ഭയങ്കര തലയാണല്ലോ. അവൾ വീണ്ടും ക്യാൻവാസിൽ എന്തോ എഴുതി. അതിന് അത്യാവശ്യം സെൻസ് ഉണ്ടായാൽ മതി. നഥാൻ അത് വായിച്ച് ലക്കിയെ നോക്കി ചിരിച്ചു. നീ എന്തിനാ നഥാ കെണിക്കുന്നേ? ഇത് നിന്നോടും കൂടിയാ അവള് പറഞ്ഞത്. അതുപോട്ടെ, ഇതിപ്പോ അറിയാൻ ഒരു വഴിയുണ്ട്. ഇത് കുറച്ച് ഫോട്ടോ എടുത്ത് അക്കുവിന് അയച്ചു കൊടുക്കാം. അവന് കണ്ടെത്താൻ കഴിഞ്ഞാലോ? നഥാൻ പറഞ്ഞത് കേട്ട് കാതറിൻ കൈയടിച്ചു. അത് നല്ല വഴിയാണ്. അതുമാത്രമല്ല, ഇമ്മാനുവലിന്റെ മുറി മാത്രമേ നമ്മൾ തുറന്നിട്ടുള്ളൂ. ഇനി എസ്തറിന്റെ പ്രാർത്ഥനാ മുറി കൂടിയുണ്ട്. അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്നറിയണം. അവിടെ നിന്ന് എന്ത് കിട്ടാൻ? ലക്കി അവനെ നോക്കി. എന്തെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കൊന്ന് നോക്കാം. നോക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്തു പറയുന്നു ഡിറ്റക്റ്റീവ് കാതറിൻ? നഥാൻ കാതറിനെ നോക്കി ചിരിച്ചു. അവൾ തള്ളവിരൽ ഉയർത്തി സമ്മതമറിയിച്ചു. പാവം വിക്ടർ, അയാളിനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആൽവിൻ പറഞ്ഞു. എഴുന്നേൽക്കാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ, എന്തിന് അവനൊന്ന് അനങ്ങാൻ പോലും പറ്റാതെയായി. പക്ഷെ കണ്ണു തുറന്നപ്പോൾ അവന് നിന്നോട് എന്തോ പറയാനുണ്ടായിരുന്ന പോലെ തോന്നി. അവൻ എഴുന്നേൽക്കും, എന്നോട് പറയാനുള്ളത് പറയും, എലീന പറഞ്ഞു. എങ്ങനെ? ജീവനുള്ള ഒരു ഡെഡ് ബോഡിയാണ് വിക്ടർ എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ആ ആൾ എങ്ങനെ എഴുന്നേൽക്കാനാ? എഴുന്നേൽക്കും, എനിക്കുറപ്പുണ്ട്. എന്റെ പ്രാർത്ഥന എപ്പോഴും അവന് വേണ്ടിയുള്ളതായിരിക്കും. പ്രാർത്ഥിച്ചാൽ നടക്കുമെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരൊക്കെ എന്തിനാ? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? തലയിലെ ഇമ്പോർട്ടൻ്റ് ആയ 3-4 ഞരമ്പാണ് പിണഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ടത് നേരെയാകുമോ? ആകും, എലീന ഉറക്കെ പറഞ്ഞു. വിക്ടർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആൽവിൻ കാർ ബംഗ്ലാവിന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് കയറ്റി. കാർ നിർത്തിയപ്പോൾ എലീന ആൽവിനെ നോക്കി. എന്താ എലീന? വിക്ടർ എഴുന്നേൽക്കില്ലേ ആൽവിൻ? എന്നോട് പറയാനുള്ളതെല്ലാം പറയില്ലേ? അവൾ ആൽവിന്റെ കൈമേൽ കൈവച്ച് ചോദിച്ചു. ആൽവിൻ തന്റെ കൈയിലേക്ക് നോക്കി. വിക്ടർ എഴുന്നേൽക്കും, നിന്നോട് പറയാനുള്ളതെല്ലാം പറയും. ആൽവിൻ എലീനെ ആശ്വസിപ്പിച്ചു. താങ്ക്സ് ആൽവിൻ. താൻ തന്റെ സുഹൃത്തുക്കളെ പോലെയല്ല, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ഐ ലൈക്ക് യു. അവൾ അവനെ ചിരിച്ചു കാണിച്ചു. ആൽവിനും. ഞാൻ റൂമിലേക്ക് പോകുകയാ. അവൾ കാറിൽ നിന്നും ഇറങ്ങി. എലീന പോകുന്നത് കാറിലിരുന്നു കൊണ്ട് തന്നെ ആൽവിൻ നോക്കി. ഈ റൂമിന്റെ കീ ഇവിടെ എവിടെയും ഇല്ലല്ലോ, ലക്കി പറഞ്ഞു. ഡിറ്റക്റ്റീവിനും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്കിത് തല്ലിപ്പൊളിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ആരും വന്ന് തടയില്ലല്ലോ. നീ പോയി ഒരു ചുറ്റിക എടുത്തുവാ.
നഥാൻ പറഞ്ഞു. ലക്കി താഴേക്ക് പോയി. ചുറ്റിക കണ്ടുപിടിച്ചു വരുമ്പോഴാണ് ആൽവിൻ അവിടേക്ക് വന്നത്. സഖാവ് ലക്ഷ്മൺ എങ്ങോട്ടാ ചുറ്റികയും കൊണ്ട്? പാർട്ടി സമ്മേളനം വല്ലതും? ഒരാളെ കുറച്ച് നക്ഷത്രം എണ്ണിക്കാനുണ്ട്. അവൻ ചുറ്റികയും കൊണ്ട് മുകളിലേക്ക് പോയി. ആൽവിൻ താഴെ സോഫയിലേക്ക് വീണു. എന്തിൻ്റെയോ മേലെ ചുറ്റിക കൊണ്ടടിക്കുന്ന ശബ്ദം കേട്ട് ആൽവിൻ സോഫയിൽ നിന്നും തല ഉയർത്തി നോക്കി. ഇവൻ എന്താ അവിടെ തല്ലിപ്പൊളിക്കുന്നത്? അവൻ എഴുന്നേറ്റ് കോണിപ്പടികൾ കയറി. എന്താടാ തല്ലിപ്പൊളിക്കുന്നേ? ആൽവിൻ എല്ലാവരെയും നോക്കി. ഈ റൂമിന്റെ കീ കണ്ടില്ല, ഒന്ന് തുറക്കാൻ നോക്കാൻ ലക്കി പറഞ്ഞു. പിന്നെ ബി നിലവറയല്ലേ അത്? അവൻ താഴേക്ക് തന്നെ പോയി. ആൽവിൻ പോയപ്പോൾ പൂട്ടിലേക്ക് നഥാൻ ഒന്നുകൂടി ചുറ്റിക കൊണ്ടടിച്ചപ്പോൾ പൂട്ട് പൊളിഞ്ഞു. നഥാൻ അതെടുത്ത് മാറ്റി റൂം തുറന്നപ്പോൾ ഒരു മണം പുറത്തേക്ക് വന്നു. സൂക്ഷിച്ചു കയറിക്കോ ലക്കി, പണ്ട് സാത്താൻ സേവ നടന്നിരുന്ന മുറിയ, നഥാൻ പറഞ്ഞു. തിരഞ്ഞു പിടിച്ച് ലക്കി റൂമിന്റെ ലൈറ്റിട്ടു. ഇവിടെ ബുക്കൊന്നുമില്ല, ഭാഗ്യം, നഥാൻ പറഞ്ഞു. അവിടെ മറഞ്ഞു കിടക്കുന്ന ഒരു മേശയുണ്ടായിരുന്നു. ഇതാണാ ബലിപീഠമെന്ന് തോന്നുന്നു. വികൃതമാക്കപ്പെട്ട കുരിശുകളും ബൈബിളുകളുമെല്ലാം ചിതറിക്കിടന്നിരുന്നു. അവയ്ക്കിടയിലൂടെ അവർ നടന്നു. അപ്പോഴാണ് റൂമിന്റെ മൂലയിലിരിക്കുന്ന ഒരു മേശ കാതറിന്റെ കണ്ണിൽപ്പെട്ടത്. അവൾ അതിനടുത്തേക്ക് ചെന്ന് അത് തുറന്നു. കറുത്ത തുണിയിൽ പൊതിഞ്ഞ 2 ബുക്കുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ബൈബിളിനോട് സാമ്യമുള്ളതായിരുന്നു. ഇത് സാഗറിന്റെ റൂമിൽ നിന്നും കിട്ടിയ അതേ ബുക്കല്ലേ? നഥാൻ അത് വാങ്ങി പറഞ്ഞു. അവൾ അതേ എന്ന് തലയാട്ടി. ഇതെന്ത് ബുക്കാ? അവൻ അതിനോടൊപ്പമുള്ള ബുക്ക് തുറന്നു നോക്കി. ഇതും ഈ ഭാഷ തന്നെയാണല്ലോ. ഇത് ഡയറി പോലെയുണ്ട്. ചിലപ്പോൾ എസ്തേറിന്റെ ഡയറി ആണെങ്കിലോ? ലക്കി ചോദിച്ചു. അറിയണമെങ്കിൽ ഈ ഭാഷ അറിയുന്ന ആരെങ്കിലും വേണം. ആരെ കിട്ടാനാ? ആദ്യം ഈ ഭാഷ ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാം, ലക്കി പറഞ്ഞു. അതെ, എന്തായാലും ഇതൊക്കെ ഫോട്ടോ എടുത്ത് അക്കുവിന് അയച്ചു കൊടുക്കട്ടെ. നഥാൻ ഫോൺ എടുത്ത് അതെല്ലാം ഫോട്ടോ എടുത്ത് അബ്രഹാമിന് അയച്ചു. ഇതിന്റെ ചട്ടയിലെ തുണി തൊട്ട് നോക്ക്. നഥാൻ ലക്കിക്ക് നേരെ നീട്ടി. അവൻ അതിൽ തൊട്ടു. ഇതെന്താ ഇങ്ങനെ? കാതറിൻ അവിടേക്ക് വന്ന് അതിൽ തൊട്ടുനോക്കി. ഡിറ്റക്റ്റീവിന് വല്ലതും കിട്ടിയോ? നഥാൻ ചോദിച്ചപ്പോൾ അവൾ നഥാനെ നോക്കി. അവൾ ആ ബുക്കിന്റെ ചട്ടയിൽ തൊട്ട് അവളുടെ കയ്യിൽ തലോടി. നഥാന് മനസ്സിലായില്ല. അവൾ ഒന്നുകൂടി അത് ആവർത്തിച്ചു. ഇത് മനുഷ്യന്റെ തൊലിയാണെന്നോ? അവൾ അതേയെന്ന് തലയാട്ടിയതും നഥാൻ ആ ബുക്ക് താഴെയിട്ടു. മനുഷ്യന്റെ തൊലി കൊണ്ടാണോ ഇവർ ഈ ബുക്കിന് ചട്ടയിട്ടത്? അതഴുകില്ലേ? ലക്കി ചോദിച്ചു. അറിയില്ല, നമുക്കിതേതെങ്കിലും ലാബിൽ കൊടുത്താലോ? എങ്കിലറിയാം, നഥാൻ പറഞ്ഞു. യെസ്, ഇന്ന് തന്നെ കൊടുക്കണം. ഇത് മനുഷ്യന്റെ തൊലിയാണെങ്കിൽ അവരെത്ര ക്രൂരന്മാരായിരിക്കും, ആലോചിക്കാൻ വയ്യ. കാതറിൻ നഥാനെയും ലക്കിയും നോക്കിക്കൊണ്ടിരുന്നു. അവർ ക്രൂരന്മാർ തന്നെയാണല്ലോ. അത് നിനക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ ലക്കി? എന്തായാലും നമുക്കിത് ലാബിൽ കൊണ്ടുചെന്ന് കൊടുക്കാം, ലക്കി അതെടുത്ത് പറഞ്ഞു. അന്നേരമാണ് നഥാന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നത്. നഥാൻ ഫോൺ എടുത്തു നോക്കി. അക്കുവ. അവൻ മെസ്സേജ് ഓൺ ചെയ്ത് നോക്കി. നഥ, ഇത് ഹീബ്രു ഭാഷയാണ്, ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് കണ്ടെത്താൻ നീ എനിക്ക് ടൈം താ. എൻ്റെ ഓഫീസിൽ ഒരുത്തനോട് ഞാനിത് വായിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. നഥാൻ മെസ്സേജ് വായിച്ചു. അവൾ വേണ്ടെന്ന് തലയാട്ടി. എന്തേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ അവൻ്റെ കൈ പിടിച്ച് താഴേക്ക് പോയി. മാർക്കർ എടുത്ത് ക്യാൻവസിൽ എഴുതി. ഇത് വായിക്കുന്ന ആൾ ചോദിക്കും അതെവിടുന്നാ എന്ന്. അയാൾ എസ്തേറിന്റെ ആളാണെങ്കിൽ അക്കുവിന്റെ ജീവന് തന്നെ ആപത്താകും. യെസ്, നീ പറഞ്ഞത് കറക്റ്റാണ്. അവൻ അപ്പോൾ തന്നെ അക്കുവിന് മെസ്സേജ് അയച്ചു. പിന്നെങ്ങനെ ഇത് വായിച്ചെടുക്കും? ഈ ബുക്ക് പോട്ടെ, നമുക്ക് എസ്തേറിന്റെ ഡയറി വായിക്കണമല്ലോ, ലക്കി പറഞ്ഞു. വായിച്ചാൽ പോരാ, നമുക്ക് വിശ്വാസമുള്ള ഒരാൾ വേണം, നഥാൻ പറഞ്ഞു. ഡിറ്റക്റ്റീവ് കാതറിന് എന്തെങ്കിലും വഴി കിട്ടുന്നുണ്ടോ? അവൾ നഥാന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഗൂഗിളിൽ എന്തോ തിരഞ്ഞു. അവൾ എന്താണ് തിരയുന്നതെന്നറിയുവാൻ ലക്കിയും നഥാനും കാത്തുനിന്നു. അവൾ ഫോൺ തിരികെ കൊടുത്ത് മാർക്കർ എടുത്ത് ക്യാൻവാസിൽ എഴുതി. കേരളത്തിൽ കൊച്ചിയിലും കൊടുങ്ങല്ലൂരിലുമാണ് ജൂതന്മാർ താമസിക്കുന്നത്. അവിടെ ഇപ്പോഴും ജൂതപ്പള്ളികളുണ്ട്. അവിടെ പോയാൽ ഈ ഭാഷ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ? കാതറിൻ അവരെ നോക്കി. നഥ, നിനക്ക് ബുദ്ധിയില്ലെങ്കിലും ഇവൾക്കുണ്ട്, ലക്കി നഥാന്റെ തോളിൽ തട്ടി പറഞ്ഞു. നഥാൻ അപ്പോഴും കാതറിനെ നോക്കി നിൽക്കുകയായിരുന്നു.
ഓ, റൊമാൻസാ? നടക്കട്ടെ. ലക്കി അവിടെ നിന്ന് പോയി. എന്താ? കാതറിൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. സത്യം പറയ, നീയാണോ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ ആള്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഓടിച്ചെന്ന് നഥാനെ കെട്ടിപ്പിടിച്ചു. ഹായ് എലീന. ആൽവിൻ എലീനയുടെ റൂമിൽ ചെന്നു. ഹായ് ആൽവിൻ. എന്താ ഇങ്ങോട്ട്? താനിപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവാണോ എന്നറിയാൻ വന്നതാ. ഏയ്, എനിക്ക് സങ്കടമൊന്നുമില്ല. വിക്ടർ എഴുന്നേൽക്കും, എന്നോട് സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തുറപ്പ്? അതൊക്കെ ഉണ്ട് ആൽവിൻ. എനിക്ക് തോന്നുന്നില്ല ഇനി ദൈവം നേരിട്ട് ഇറങ്ങി വരേണ്ടി വരും. ദൈവം ഇറങ്ങി വന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളത് ആൽവിൻ? ദൈവമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര മനോഹരമാകും. വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമായിരുന്നു. കൊലപാതകമോ റേപ്പോ നടക്കുമോ? എന്തിന്? സുന്ദരിയായ കാതറിനെ കണ്ടാൽ ആരെങ്കിലും പറയുമോ അവൾ ഊമയാണെന്ന്? ദൈവമുണ്ടെങ്കിൽ കാതറിന് ഊമയായി ജനിക്കുമോ? എന്നിട്ടും നിനക്കെങ്ങനെ പറയാൻ കഴിയുന്നു ദൈവമുണ്ടെന്ന്? എലീനയുടെ വാക്കുകൾക്ക് മുന്നിൽ ആൽവിന് ഒന്നും പറയാനില്ലായിരുന്നു. പക്ഷേ ദൈവമല്ലേ നമ്മളെ സംരക്ഷിക്കുന്നത്? എന്നിട്ട് നിന്റെ ദൈവം സംരക്ഷിക്കുന്നവർ എല്ലാവരും സുരക്ഷിതരായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ ആൽവിൻ? അതില്ല. എന്നാലും എല്ലാവരും ഒരേപോലെ പ്രാർത്ഥിക്കുന്നില്ലേ നീ ഈ പറഞ്ഞ ദൈവത്തെ? ഓക്കേ, ഡോക്ടർ കൈയൊഴിഞ്ഞു, ദൈവത്തിൽ നിനക്ക് വിശ്വാസമില്ല. പിന്നെ ആരാ വിക്ടറിനെ രക്ഷിക്കുക? സാത്താനോ? ആൽവിൻ ചോദിച്ചു. അതെ, എലീന പറഞ്ഞത് കേട്ട് ആൽവിൻ എലീനെ നോക്കി. അതെ, സാത്താൻ തന്നെ. വാട്ട്? സാത്താൻ തന്നെ വിക്ടറിനെ രക്ഷിക്കും. നീ എന്തൊക്കെയാ പറയുന്നത് എലീന? സത്യമാ പറഞ്ഞത് ആൽവിൻ. നാളെ നിനക്ക് എൻ്റെ ഒപ്പം ഒരിടം വരെ വരാമോ? എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇതൊന്നും നിന്റെ കൂട്ടുകാരെ അറിയിക്കരുത്. ഞാൻ... പ്ലീസ്. എലീന ആൽവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു. ഓക്കെ, വരാം. താങ്ക്സ് ആൽവിൻ. എലീന ആൽവിൻ്റെ കൈ പിടിച്ചു പറഞ്ഞു. കാതറിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ നോക്കണേ? നഥാൻ പിന്നിൽ നിന്നും അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ഉറങ്ങണ്ടേ? അവൻ ചോദിച്ചു. കാതറിൻ നഥാന് നേരെ തിരിഞ്ഞു നിന്ന് ചിരിച്ചു. പെട്ടെന്നുറങ്ങണോ? അവൻ ചോദിച്ചു. കാതറിൻ ആലോചിച്ചു നിന്നു. നീ ആലോചിച്ച് കണ്ടെത്തുമ്പോഴത്തേക്ക് നേരം വെളുക്കും. നഥാൻ അവളെ നോക്കി ചിരിച്ചു. അവളും. നഥാൻ തന്റെ 2 കൈയും കാതറിന്റെ കവിളിൽ വെച്ച് മുഖത്തോട് മുഖമടിപ്പിച്ചു. ആരെങ്കിലും വിളിക്കൂ ഇനി? നഥാൻ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. 2-3 തവണ പാളിയതുകൊണ്ടാ. ഇത്തവണ പാളില്ല. നഥാൻ അവളെ നോക്കി തലയാട്ടി. കാതറിൻ കണ്ണുകളടച്ച് നഥാന്റെ കൈയിൽ മുറുകെ പിടിച്ചു. നഥാൻ കാതറിന്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചതും കാതറിൻ കണ്ണുകൾ തുറന്നു. നഥാന്റെ കൈകൾ കവളിൽ നിന്ന് തലമുടിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നഥാനെ കാതറിൻ തള്ളിമാറ്റി. നഥാൻ അവളെ നോക്കി ചിരിച്ചു. കാതറിൻ വിറയ്ക്കുന്നത് കണ്ട് നഥാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖമമർത്തി. നഥാന്റെ കാവൽക്കാരി മാത്രമാണ് താനെന്ന പപ്പയുടെ വാക്കുകളെ കാതറിൻ മറന്നു തുടങ്ങിയിരുന്നു. ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ വലുതാണെന്നറിയാതെ